ഹലോ മച്ചന്മാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. 2025 ക്രിസ്മസ് റിലീസുകളും എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ബോക്സ് ഓഫീസിൽ ഓടുന്ന 4 ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. നിവിൻ പോളിയുടെ സർവ്വമായ, മോഹൻലാൽ നായകനായി എത്തിയ ഋഷഭ, മമ്മൂട്ടിയുടെ കളങ്കാവൽ, അങ്ങനെ ബബ്ബബ്ബ ദിലീപ് ചിത്രം, ഈ 4 ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ട് വരാം. അതിന് മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. നിവിൻ പോളി ചിത്രം ആദ്യ ദിനം മികച്ച പ്രതികരണമാണ് നേടിയത്. ആദ്യ ദിനം വേൾഡ് വൈഡ് ആയിട്ട് 8 കോടിയോളം നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3,45 ലക്ഷം രൂപയോളം നേടി. ട്രാക്കേഴ്സ് മുഖാന്തരം ഇന്ന് ഇതുവരെ സിനിമയ്ക്ക് 2,42 ലക്ഷം രൂപയോളം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 1,42,000 ടിക്കറ്റുകളാണ് ഇന്ന് വിറ്റുപോയിരിക്കുന്നത്. ഇന്നലെ 1,94,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ ട്രാക്കിംഗ് കളക്ഷനിലൂടെ 3,19,60,000 രൂപ വന്നു. ഇന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5 കോടിക്ക് മുകളിൽ എന്നുള്ളതാണ്. ഷോ കൗണ്ടുകളും സിനിമയുടേതായി കൂടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്ന ഗംഭീരം അഭിപ്രായമുള്ള മണിക്കൂറിൽ 13,500 മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റുകൊണ്ട് ഇരിക്കുന്നത്. മോഹൻലാലിൻ്റെ തെലുങ്ക് ചിത്രമായി ഇറങ്ങിയ വൃഷഭയ്ക്ക് ആദ്യ ദിനം അത്ര നല്ല ദിവസമല്ലെങ്കിൽ പോലും സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ ഉണ്ടാകുമെന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ 45 ലക്ഷം രൂപ നേടിയിരിക്കുകയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 1 കോടിക്ക് മുകളിലുണ്ടാകും. പക്ഷേ രണ്ടാം ദിനമായപ്പോഴത്തേക്ക് സിനിമയുടെ കളക്ഷനിൽ വലിയ ഇടിവും അതേപോലെ തിയേറ്റർ കൗണ്ടുകളിലുമൊക്കെ വലിയ ഇടിവ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 300 കോടിയോളം ബഡ്ജറ്റുള്ള ഈ ഒരു ചിത്രം ഒരു ഡിസാസ്റ്റർ മൂവിയായി മാറുകയാണ്. ക്രിസ്മസ് ചിത്രം ദിലീപ് ചിത്രമായ ബബ്ബയ്ക്ക് നല്ല ദിനം തന്നെയായിരുന്നു. ഇന്നലെ സിനിമയ്ക്ക് 805ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 74,000ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. 37% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് 200-നടുത്തുള്ള ഹൗസ്ഫുൾ, ഓൾമോസ്റ്റ് ഫുൾ ഷോകളുണ്ടായിരുന്നു. 1,12 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ തന്നെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. സ്റ്റഡി 1 കോടിക്ക് മുകളിലായിട്ട് സിനിമ നേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസരത്തിൽ ഇന്നലെ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 1,40 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. സിനിമ 41 കോടിയോളമാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷനായി എത്തി നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ സിനിമ 50 കോടി കടക്കും എന്നുള്ളത് ഉറപ്പിക്കുക കൂടി ചെയ്യുകയാണ്. എന്താണേലും ക്രിസ്മസ് ദിനം അടിച്ചു പൊളിച്ചത് ശരിക്കും ബബ്ബബ്ബ തന്നെയായിരുന്നു പറയാം. മോഹൻലാലും ദിലീപും അഴിഞ്ഞാടിയപ്പോൾ ഈ സിനിമയ്ക്ക് മാക്സിമം പൊട്ടൻഷ്യലാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് ദിനം മമ്മൂട്ടി ചിത്രമായ കളങ്കാവലിനും മികച്ച ദിനം തന്നെയായിരുന്നു. 22ാം ദിനത്തിലേക്ക് കടന്ന ചിത്രത്തിന് ഇന്നലെ 25 ലക്ഷം രൂപയോളം ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞു. 105 ഷോ ആയി ചുരുങ്ങിയ ചിത്രത്തിന് 10,000ഓളം ടിക്കറ്റുകളാണ് ഇന്നലെയും വിറ്റുപോയത്. 56% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് 50-നടുത്തുള്ള ഓൾമോസ്റ്റ് ഫാസ്റ്റ് ഫില്ലിംഗ് ഹൗസ്ഫുൾ ഷോകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 15,46,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ സിനിമ വന്നത്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ 38 കോടിക്ക് അടുത്തേക്ക് നീങ്ങുകയാണ് ഈ ഒരു ചിത്രം. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 84 കോടിയോളം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. പല റെക്കോർഡുകളും തകർത്ത് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കാണാൻ കഴിയുന്നു. ഷോ കൗണ്ടുകൾ ഇന്ന് കൂടുന്ന കാര്യവും നമുക്ക് കാണാൻ കഴിയുന്നു. വൃഷഭയുടെ ഷോകളെല്ലാം തന്നെ ഈ സിനിമകൾക്ക് ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നു. മോർണിംഗിൽ മാത്രമായി സിനിമയ്ക്ക് 5,20,000 രൂപയോളം ട്രാക്ഡ് കളക്ഷൻസ് നേടാൻ കഴിഞ്ഞു. 3,000-നടുത്തുള്ള ടിക്കറ്റുകളാണ് മോർണിംഗ് സെക്ഷനിൽ സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.